ഹലോ ഗായ്സ്, എല്ലാവർക്കും സുഖല്ലേ? എന്തുണ്ട് വിശേഷം? ഇന്ന് നമ്മൾ വന്നിട്ടുള്ള ഒരു അടിപൊളി ഉപ്പുമാവിൻ്റെ റെസിപ്പി ആയിട്ട് കേട്ടോ. അപ്പോൾ ഇതെന്തായാലും നോക്കി വെച്ചാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇഷ്ടമാവും. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ ഫുൾ വീഡിയോ ഇട്ടിട്ടുണ്ട്, കയറി കാണാൻ മറക്കണ്ട, ചാനൽ സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതായത് ഇത് ഉപ്പുമാവ് ഉണ്ടാക്കാൻ അകത്തിനുള്ളൊരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഏത് ഓയിൽ വേണമെങ്കിലും ഒഴിച്ചെടുക്കാം കേട്ടോ. അതായത് എന്ത് ഓയിൽ വേണമെങ്കിലും ഒഴിച്ചെടുക്കാം, കുക്ക് ചെയ്യുന്ന ഓയിലായാൽ മാത്രം മതി. അപ്പോൾ നമ്മൾ അതിന് കടുകിട്ട് പൊട്ടിച്ച് തന്നതിന് ശേഷം അതിലേക്ക് ഉഴുന്നുണ്ടല്ലോ, ഉഴുന്ന് ഇട്ടെടുക്കുന്നത് കുറച്ച് അത്യാവശ്യം ഉഴുന്നിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 2 ടേബിൾ സ്പൂണോളം ഉഴുന്ന് നിങ്ങൾ ഇട്ട് കൊടുത്തോ. അത് നന്നായിട്ടൊന്ന് മൂത്തൊന്ന് ബ്രൗൺ കളറായി വരുന്ന സമയത്ത് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള ബോംബാളി ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കട്ടോ. നല്ല ഓയിലുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ഓയിൽ കുറയ്ക്കുക. പിന്നെ കുക്കിംഗ് ഓയിൽ എന്ന് പറഞ്ഞാൽ ഒലീവ് ഓയിലോ അതുപോലെ തന്നെ എന്താ പറയുക കോക്കനട്ട് ഓയിലൊക്കെ ആണെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല, നമുക്ക് ഈ ഒരു ക്വാണ്ടിറ്റിയിൽ എടുത്ത് വെച്ച് പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഇങ്ങനെ കുറച്ച് ഓയിൽ എടുത്താൽ നല്ല ഒരു കുറച്ചുകൂടി ഒരു ടേസ്റ്റ് ആയിട്ട് കിട്ടും, അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ അതിലേക്ക് അരിഞ്ഞ് വെച്ചുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കരിവേപ്പിലും നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഇട്ടെടുക്കാൻ പോകുന്നത് ക്യാരറ്റാണ് കേട്ടോ. നല്ല ക്യാരറ്റ് 2-3-4 അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ക്യാപ്സിക്കം നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ക്യാപ്സിക്കം ഇട്ട് കൊടുക്കുമ്പോൾ ഒരു കാര്യം പറയാണ്ട്, ഈ ക്യാരറ്റും ഉള്ളിയൊക്കെ കുക്കായി വന്നതിന് ശേഷം ലേശം ക്യാപ്സിക്കവും അതുപോലെ തന്നെ ക്യാരറ്റും ക്യാരറ്റല്ല ബോംബാളി ഒന്ന് മാറ്റി വെക്കുക. ഇത് മാറ്റി വെച്ചിട്ട് നമ്മൾ ഈ ഉപ്പുമാവ് ഇടുന്നതിന് തൊട്ടുമായി, ഉപ്പുമാവിനുള്ള റവ ഇടുന്നതിന് തൊട്ട് മുമ്പായിട്ട് ജസ്റ്റ് ഒന്ന് ഇട്ടെടുത്താൽ ഒന്നും കൂടി ഒരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ, കടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊന്ന് വയന്ന് വരാൻ വേണ്ടി നമ്മൾ കല്ലുപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. കല്ലുപ്പ് ഇട്ട് കൊടുത്തതിലേക്ക് നമ്മളൊന്ന് ജസ്റ്റ് ഇളക്കി കൊടുത്തതിന് ശേഷം ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ട് ഇഞ്ചി ഉണ്ടല്ലോ, ഇഞ്ചി എപ്പോഴും നമ്മൾ ചതച്ചിട്ട് കൊടുക്കരുത്. ഇതിലേക്ക് അതായത് ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ കുനുകുനാന്ന് അരിഞ്ഞിട്ടിട്ട് കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് കടിക്കാൻ കിട്ടുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. പിന്നെ നമ്മളിത് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് നെയ്യാണ് കേട്ടോ. നല്ല നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ല നെയ്യ് ഇട്ടാൽ പ്രത്യേക ഒരു ഫ്ലേവർ തന്നെയാണ്. 1 ടേബിൾ സ്പൂൺ മാത്രമേ ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ, ഓവറായിട്ടൊന്നുമില്ല കേട്ടോ. അതൊരു മിതമായ ടേസ്റ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടില്ലേ, ആ ഒരു ടേസ്റ്റിലാണ് നമ്മൾ വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പോകുന്നത് കേട്ടോ. ഇനി നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചുടുവെള്ളം തന്നെയാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. എന്താ വെച്ചാൽ നമ്മളിത് പെട്ടെന്ന് കുക്കായി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചുടുവെള്ളം ഒഴിച്ചെടുക്കുന്നത് നന്നാവും. പിന്നെ ഓൾറെഡി നമ്മളിത് കുക്ക് ചെയ്ത് വെച്ച സാധനം ആയിരിക്കട്ടെ, അതിലേക്ക് പച്ചവെള്ളം ഒഴിക്കുമ്പോൾ നമ്മുടെ ടേസ്റ്റ് ഒന്നും കൂടി കുറയാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ എപ്പോഴും എന്തൊരു സാധനം കുക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ അതിലേക്ക് ചുടുവെള്ളം ഒഴിക്കാൻ ശ്രദ്ധിക്കുക. ഇപ്പോൾ നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള റവ ഉണ്ടല്ലോ, അത് ഇട്ട് കൊടുക്കുക കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എത്രത്തോളം ക്വാണ്ടിറ്റിയിലാണ് ഉണ്ടാക്കുന്നത് അതിനനുസരിച്ച് മാത്രം നിങ്ങൾ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്താൽ മതി. അപ്പോൾ അതാ നമ്മളിവിടെ ഇതുപോലെ റവ ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മളിങ്ങനെ ഇവിടെ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വെന്ത് വരുന്ന രീതിയിൽ അവിടെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ ഇതിനിടയിലേക്കൊക്കെ ഒന്ന്